ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 55 സങ്കീർത്തനം 9 വാക്യം. കർത്താവെ സംഹരിച്ച് അവരുടെ നാവുകളെ ചിന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. ദുഷ്ടതയെ വളർത്തുകയും അസത്യത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയെ ദൈവം തടയണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ബാബേൽ ഗോപുരത്തിൽ മനുഷ്യരുടെ ഭാഷകളെ കലക്കിയതുപോലെ ദുഷ്ടന്റെ പദ്ധതികൾ വിജയിക്കാതിരിക്കുവാൻ ദൈവം ഇടപെടണമെന്ന് ദാവീദ് ആഗ്രഹിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ അക്രമവും വഞ്ചനയും അതിക്രമവും വിദ്വേഷവും വ്യാജ വാർത്തകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിൽ കലഹം, സഭകളിൽ ഭിന്നത, സമൂഹത്തിലെ അസഹിഷ്ണുത ഇവയെല്ലാം മനുഷ്യഹൃദയത്തിലെ പാപത്തിൻ്റെ ഫലമാണ്. ഇന്നത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നത് നാവിനെക്കുറിച്ചാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാവിനെക്കുറിച്ച് പറയുന്നത് നാവ് ഒരു ചെറിയ അവയവമെങ്കിലും വലിയ തീ പോലെ നാശം വിതയ്ക്കുവാൻ കഴിയുമെന്നാണ്. തെറ്റായ ഒരു വാക്ക് ഒരു കുടുംബത്തെ തകർക്കാം. ഒരു അപവാദം ഒരു സഭയെ വിഭജിച്ച് കളയാം. ഒരു കള്ളം ഒരു സമൂഹത്തെ കലഹത്തിലാക്കാം. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദുഷ്ടൻ്റെ നാവിൻ്റെ ശക്തി ഇല്ലാതാക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ നാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോ അതോ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതോ? നമ്മുടെ വാക്കുകൾ പ്രത്യാശയും സമാധാനവും നൽകുന്നതായിരിക്കണം. ദാവീദ് പ്രശ്നപരിഹാരത്തിന് മാനുഷികമായ പരിഹാരം കണ്ടെത്താതെ ദൈവസന്നിധിയിലെത്തുന്നു. ഇന്നും അനീതി പെരുകുമ്പോൾ പ്രതികാര മനോഭാവമല്ല, പ്രാർത്ഥനയാണ് ആവശ്യം. ദൈവം തൻ്റെ സമയത്ത് നീതി നടപ്പാക്കും. അവൻ ദുഷ്ടതയെ തടയുകയും തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവെ, അനീതിയും കലഹവും നിറഞ്ഞ ലോകത്തിൽ സമാധാനത്തിൻ്റെ വക്താക്കളായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.